പ്രവാസ ലോകത്തിലേക്ക് സ്വാഗതം. ജീവിതം തന്നെ കെട്ടുകാഴ്ചകൾ കൊണ്ട് നിറയുമ്പോൾ മാധ്യമങ്ങളെക്കുറിച്ച് നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. കണ്ണീരിന്റെ നനവുള്ള വർത്തമാനങ്ങൾ പോലും കച്ചവട കണ്ണോടുകൂടി കാണുന്നവർക്ക് അടിയറ വയ്ക്കുവാൻ എന്തായാലും പ്രവാസ ലോകം തയ്യാറായിട്ടില്ല, ഇനി തയ്യാറാവുകയുമില്ല. കഴിഞ്ഞ 12 വർഷമായി പ്രവാസികളുടെ വേദന നിറഞ്ഞ അനുഭവങ്ങൾ പച്ചയായ രീതിയിൽ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇനിയും അതിന് ശ്രമിക്കും. നിങ്ങളുടെ ഏവരുടെയും സഹകരണവും പ്രാർത്ഥനയും ഞങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഈ ആഴ്ചയിലെ UAE എക്സ്ചേഞ്ച് പ്രവാസ ലോകം ഇവിടെ ആരംഭിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സിനാവ് മലയാളി അസോസിയേഷൻ 1ാം വാർഷികം ആഘോഷിച്ചു. ഒമാനിലെ സിനാവ് കൾച്ചറൽ സെന്ററിൽ നടന്ന വാർഷികാഘോഷം ഡോക്ടർ ആരിഫ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ആർ ശശികുമാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സെക്രട്ടറി AV രമേശൻ, ട്രഷറർ ബിജു ചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് അൻവർ, ജോയിന്റ് സെക്രട്ടറി രൂപേഷ്, മറ്റ് കമ്മിറ്റി അംഗങ്ങളും മെമ്പർമാരും പങ്കെടുത്തു. യോഗാനന്തരം സിനാവിലെ വിവിധ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ ആഘോഷത്തിന് മാറ്റുകൂട്ടി. BLS എന്ന കമ്പനിക്ക് വേണ്ടി സലാലയിൽ സിറ്റി ട്രാവൽസ് നടത്തിവരുന്ന പാസ്പോർട്ട് സേവനത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചും മണി എക്സ്ചേഞ്ച് കമ്പനികൾ ഇന്ത്യയിലേക്ക് പണം അയക്കുമ്പോൾ ഈടാക്കുന്ന അമിത ചാർജിനെക്കുറിച്ചും സലാല കൈരളി പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകി. പ്രസിഡന്റ് CK പ്രകാശൻ, ജനറൽ സെക്രട്ടറി ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. സിറ്റി ട്രാവൽസ് ഇപ്പോൾ പ്രവൃത്തി ദിവസങ്ങളിൽ 2 മണി മുതൽ 4 മണി വരെ മാത്രമാണ് പാസ്പോർട്ട് സേവനങ്ങൾ ചെയ്യുന്നത്. ഇത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്രായോഗികമായ സമയമാണ്. കൂടാതെ അമിതമായ സർവീസ് ചാർജുമാണ് ഈടാക്കുന്നത്. മണി എക്സ്ചേഞ്ചുകൾ 2.5 റിയാലാണ് ഇന്ത്യയിലേക്ക് പണം അയക്കാൻ ചാർജ് ചെയ്യുന്നത്. മറ്റെല്ലാ ഗൾഫ് രാജ്യങ്ങളിലും 1.5 റിയാലോ അതിൽ കുറവോ ആണ്. ഈ പ്രശ്നങ്ങളെക്കുറിച്ചും ഭാവിയിൽ നടത്താൻ പോകുന്ന പരിപാടികളെക്കുറിച്ചും വിനയ്കുമാർ, KA റഹീം, ഷിബു എന്നിവർ വിശദമായി വിശദീകരിച്ചു. സലാല കൈരളി പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ വിപുലമായ ഒപ്പുശേഖരണം നടത്തുകയും ഇന്ത്യൻ അംബാസിഡർക്ക് നൽകുകയും ചെയ്തു. പ്രശ്നം തീരുന്നില്ലെങ്കിൽ സലാലയിലെ മറ്റ് സംഘടനകളുമായി സഹകരിച്ച് പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകുവാനും തീരുമാനിച്ചു. 2007-ൽ സൌദിയിലെ ഹെയിലിലേക്ക് കൃഷിപ്പണിക്കായി പോയ മലപ്പുറം മഞ്ചേരി സ്വദേശി സിദ്ദിഖിനെ തേടിയാണ് സിദ്ദിഖിന്റെ ഉപ്പയും പെങ്ങളും 2 ജ്യേഷ്ഠന്മാരും ഇന്ന് പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. 2010-ന് ശേഷം സിദ്ദിഖിനെക്കുറിച്ച് യാതൊരു വിവരവും തന്നെ ഈ കുടുംബത്തിന് ലഭിച്ചിട്ടില്ല. എന്തോ അജ്ഞാതമായ കാരണത്താൽ ജിദ്ദയിൽ എവിടെയോ കുടുങ്ങിക്കിടക്കുകയാണ് സിദ്ദിഖ് എന്നാണ് ഈ കുടുംബം എന്ന് വിശ്വസിക്കുന്നത്. സിദ്ദിഖിന് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം. സിദ്ദിഖിന് എത്ര വയസ്സുണ്ട്? ഇപ്പോ ഒരു 26 വയസ്സ്. 26 ഇപ്പോ അല്ല, 22 വയസ്സിലാണ് പോകുന്നത്. അതിപ്പോ 6 വർഷമായി, 28 വയസ്സ് ഇപ്പൊ ആയിരിക്കും. സിദ്ദിഖ് പഠിച്ചണ്ട? SSLC. ഈ 6 വർഷത്തിലിടക്ക് 3 വർഷം വിവരം ഉണ്ടായിരുന്നോ? വിവരവും പൈസയൊക്കെ വന്നുകൊണ്ടിരുന്ന പെട്ടെന്ന് അവൻ അവിടെ മുങ്ങി സ്പോൺസറായിരുന്നു. അതിന് കാരണം പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം പറഞ്ഞത് ലീവ് അടിച്ചു കൊടുക്കാൻ താമസിച്ചുപോയി സൗദി. 2-3 വട്ടം പറഞ്ഞപ്പോ അത് അവരുടെ സ്വഭാവം അങ്ങനെയാണല്ലോ. അതിൽ ചൂടായി പെട്ടെന്ന് ഒരിക്കൽ അവന്റെ വണ്ടിയൊക്കെ കൊണ്ട് ഇങ്ങോട്ട് പോകുന്നു. വണ്ടിയൊക്കെ അവനെ എടുത്തതായിട്ട് വിളിച്ച് പറഞ്ഞു. വണ്ടി ഞാൻ പോയിട്ട് ഇട്ടു കൊണ്ടുവന്നു. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, വീട്ടിലെത്തിയെങ്കിലൊന്ന് വിവരം പറയണം എന്നൊക്കെയാണ് അവൻ സ്പോൺസർ എന്നെ വിളിച്ചു പറഞ്ഞു. സ്പോൺസർ ഞാൻ അറിയണ ആളാണ്. മലയാളിയാ? അല്ല, സൗദി തന്നെ. ഞാൻ 1.5 വർഷം അവന്റെ ജോലി ചെയ്തിട്ടുണ്ട്. ആ ബന്ധമുണ്ട്. അപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവനെ നാട്ടിലെത്തിയാൽ നീ ഒന്ന് അറിയിക്ക്, വിഷമുണ്ടോ എന്റെ കാര്യത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അവിടുന്ന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം അവിടെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞതും ഒക്കെ വെച്ച് നോക്കുമ്പോ, അതായത് പിന്നെ പീഡിയയിലൊക്കെ അടൊക്കെ തലേ ദിവസം തീർത്ത് ടെലിവിഷനിൽ അവിടുന്ന് പോയി. അതിപ്പോ ജിദ്ദയ്ക്ക് വരുന്ന ഏരിയയിൽ വെച്ചാണ് ഈ വണ്ടി കിട്ടിയത്. അല്ല, ഇടിച്ചല്ല, അവൻ ഇട്ടു പോയതാണ്. പഞ്ചറാകുമ്പോ പിന്നെ അത് ഓട്ടാൻ വയ്യല്ലോ, രാത്രിയൊക്കെ പെട്ടെന്ന് പോകുമ്പോ. അങ്ങനെ അവിടെ ഇട്ട് പോയിട്ട് സ്പോൺസർ അത് കൊണ്ടുവന്നു. ജിദ്ദയിലുണ്ട് എന്ന് സംശയിക്കുന്നു. പക്ഷെ ജിദ്ദയിൽ നമുക്കൊരു വിവരം കിട്ടിയിട്ടില്ല. ഇത് വല്ലത് എന്താ വെച്ചാൽ ഇതിപ്പോ ഇവര് അറബി ഇങ്ങനെ വിളിച്ച് പരിചയമുള്ളതുകൊണ്ട് വിളിച്ച് പറയുന്നത്. ഇപ്പൊ അവര് പറയുന്ന കഥ മാത്രമാണ്. എന്താന്ന് നമുക്ക് അങ്ങനെ ഒരു കൺഫേം ചെയ്യാനൊന്നും. കാരണം 50 കിലോമീറ്റർ അപ്പുറത്ത് വണ്ടി കണ്ടു.
ആ വണ്ടി ഞാൻ പോലീസിനെ കൊണ്ടുപോയി തിരിച്ചു കൊടുക്കുന്നൊക്കെ പറഞ്ഞതാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്. നമുക്ക് അത് പിന്നെ ഉറപ്പിക്കാൻ ഈ പറഞ്ഞ വാക്കുകളല്ലാതെ അല്ല, അത് കൂടാതെ സുഹൃത്തുക്കൾ ഉണ്ടാവുമല്ലോ. അതൊരു പ്രശ്നം. കാരണം നമ്മള് വീടുമായിട്ട് ഇപ്പൊ ഞങ്ങൾ മാപ്പായ ശേഷം ഞങ്ങൾക്ക് പോയതിന്റെ ശേഷം കാര്യമായിട്ടുള്ള ഒരു വിളികളൊന്നുമില്ല. അത്യാവശ്യത്തിന് വിളിക്കും. ഇപ്പം ഓന്റെ നേരത്തെ ആയ കുട്ടീന്റെ കല്യാണം ഉണ്ടായിരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ വിളിച്ചു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ്. പക്ഷെ നാട്ടിൽ അവന്റെ ബന്ധങ്ങളുമായിട്ട് ഇവൻ നല്ല സംസാരം കളിയും വിളിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഈ മിസ്സായതിന്റെ ശേഷം ഈ സുഹൃത്തുക്കളായിട്ടൊന്നും ഒരു ബന്ധമില്ല. അതിലാണ് നമുക്ക് സംശയം. അപ്പം ഒരു നല്ല സാഹചര്യത്തിലാണെങ്കിൽ നമ്മളിപ്പം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ കൂടി ഈ പിന്നെ സുഹൃത്തുക്കളായുള്ള ബന്ധം ഭയങ്കരമായിരുന്നു. അവന്റെ നിങ്ങളായിട്ട് അഭിപ്രായ വ്യത്യാസം എന്നല്ല, അങ്ങനെ അതായത് വേണ്ടത്ര ശ്രദ്ധ വീട്ടിലെ കാര്യങ്ങളിൽ അങ്ങനെ പൊതുവെ എന്താ ഒരു വാപ്പായ ഇഷ്ടം ഒരു ഗ്യാപ്പ്. ഇത് ഭയങ്കര ക്ലോസിംഗ് അല്ല, അത്യാവശ്യം വിളിക്കും കാര്യങ്ങൾ സംസാരിക്കുന്നുള്ളൂ. അപ്പോ ഈ പിന്നെ സുഹൃത്തുക്കളായിട്ടല്ല ദിവസം 3-4 വട്ടം സംസാരിക്കണ അവന്റെ സുഹൃത്തുക്കൾ കമ്പനികൾ. പക്ഷെ അവരുമായിട്ട് ഈ 3 കൊല്ലത്തിന് ശേഷം മിസ്സായതിനു ശേഷം ഒരു ബന്ധമില്ല. അതിനപ്പം നമുക്കൊരു സംശയം. പിന്നെ ഫോണ് പിന്നെ 1 വർഷത്തോളം ആ നമ്പറിൽ വിളിച്ച ഫോണ് എല്ലാടിക്കും എടുക്കാതെ 1 വർഷത്തോളം. അത് പിന്നെ ഇപ്പൊ കട്ടായിപ്പോയി. ഇപ്പൊ ഒരു 6 മാസം മുമ്പ് വിളിച്ചപ്പം പിന്നെ ആ ഫോൺ എടുത്തു. അപ്പൊ ഞാൻ അമ്മോൻ ജിദ്ദയിലുണ്ട്, ഞങ്ങൾ അമ്മാവൻ ജിദ്ദയിലുണ്ട്. അപ്പൊ അമ്മാവന് ഈ നമ്പർ നമുക്ക് അറബി അറിയത്തോണ്ട് പിന്നെ മോനെ നേരിട്ട് സംസാരിച്ചു. അപ്പൊ സംസാരിച്ചു. ഇപ്പൊ അത് വേറെ അറബിയുടെ കയ്യിലാണ്. അത് വീട്ടിലാണ്, നമ്പറൊക്കെ മാറിയിട്ട് വേറെ ഏതോ നമ്പറായി മാറിയിട്ട് കണക്ഷനൊക്കെ ഡെഡായിട്ട് പിന്നെ കൊടുത്തോ എന്താ അറിയില്ല. എന്താ അങ്ങനെ സൗദി അറേബ്യയിലെ പ്രത്യേകിച്ച് ജിദ്ദയിലെ പ്രവാസ ലോകം പ്രേക്ഷകരോടും പ്രവർത്തകരോടും കൂടിയുള്ള ഒരു അഭ്യർത്ഥനയാണത്. സിദ്ദീഖ് അദ്ദേഹത്തിന്റെ സ്പോൺസറുടെ വണ്ടിയെടുത്ത് എന്തോ ചെറിയ തർക്കത്തെ തുടർന്നിട്ട് അവിടുന്ന് പോന്നു. വണ്ടി അടക്ക വെച്ച് പഞ്ചറായി. അദ്ദേഹം അപ്രത്യക്ഷനായി. വണ്ടി തിരിച്ചു കൊണ്ടുവന്ന് പോലീസിൽ ഏൽപ്പിച്ചു. അങ്ങനെ കാര്യങ്ങളൊക്കെ ഉപ്പാനെ വിളിച്ചിട്ട് അറബി പറഞ്ഞു എന്നാ പറയുന്നത്. അവിടുന്ന് അങ്ങോട്ട് ഇദ്ദേഹത്തിന്റെ യാതൊരു വിവരവുമില്ല. അപ്പൊ ഏതെല്ലാം സാധ്യതകളാണെന്നുള്ളതൊക്കെ ഇവിടെ ചർച്ച ചെയ്തു. ജയിലിലാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സുഹൃത്തുക്കൾ പല ആളുകളും ഓമാലിയെ പോലുള്ള ആളുകളൊക്കെ ജയിലിൽ പോകുന്നതാണ്. സിദ്ദീഖ് എന്ന് പറഞ്ഞ മഞ്ചേരിക്കാരൻ ഏതെങ്കിലും ജയിലിലുണ്ടെങ്കിൽ അന്വേഷിച്ചിട്ട് നമ്മളൊന്ന് അറിയിക്കുക. അതുപോലെ തന്നെ അവിടെ എവിടെയെങ്കിലും ഒളിച്ച് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതും സിദ്ദീഖ് പറയണം. എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണെന്ന് തോന്നുന്നു. അപ്പോ വേഗത്തിൽ ക്ഷുഭിതനാവുകയും അങ്ങനെയൊക്കെയുള്ള ഒരാള് പ്രത്യേകിച്ച് സ്വഭാവത്തിലൊക്കെ ഉള്ളത് കൊണ്ടൊക്കെ ചിലപ്പോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ പെടും. അതുകൊണ്ടാണല്ലോ പെട്ടുപോയത്. തീർച്ചയായിട്ടും സിദ്ദീഖിന് ചെയ്യാവുന്നത് വീട്ടിലേക്ക് വിളിക്കുക എന്നുള്ളതാണ്. എന്തെല്ലാം പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റിയ സഹോദരങ്ങളും പിതാവൊക്കെ ഇപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്കൊരു ഭാഗ്യമായിട്ട് നിങ്ങൾ കണക്കാക്കണം. അപ്പോൾ സിദ്ദീഖിന്റെ സുഹൃത്തുക്കളാണെങ്കിലും അല്ലെങ്കിൽ നാട്ടുകാരാണെങ്കിലും സിദ്ദീഖിനെ കാണുകയാണെങ്കിൽ ഞങ്ങളുമായിട്ടോ അവരുടെ കുടുംബമായിട്ടോ ബന്ധപ്പെടാനുള്ള ഇതുണ്ടാക്കണം. അതുപോലെ തന്നെ ഇന്ത്യൻ എംബസിയുമായിട്ടോ മറ്റു വഴിയിലോ ഒക്കെ തന്നെ പ്രവാസ ലോകം പ്രവർത്തകർ ബന്ധപ്പെട്ടിട്ട് ഇയാളുടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതൊന്ന് അറിയണം. ചെറിയ സംശയങ്ങളൊക്കെ ഇവര് പറഞ്ഞ കൂട്ടത്തിലെ എനിക്കുമുണ്ട്. ഇയാളെ അപ്രത്യക്ഷാവലിൽ ചില ദുരൂഹതകളുണ്ട്, നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവാത്ത ചില ദുരൂഹതകളുണ്ട്. അതിപ്പോ നമുക്ക് ഒരു തീരുമാനത്തിലോ അല്ലെങ്കിൽ ഒരു നിഗമനത്തിലോ എത്താൻ പറ്റാത്ത നിലയിലുള്ള ഒരു കാര്യമാണ്. ഇതൊക്കെ കൂടി നമ്മൾ അന്വേഷിച്ചിട്ട് തീർച്ചയായിട്ടും ഈ കുടുംബത്തെ നമ്മൾ വിവരം അറിയിക്കും. എല്ലാം നല്ല നിലയിൽ വരുമെന്നുള്ള പ്രത്യാശയോടുകൂടി ഞങ്ങൾ നിങ്ങളെ പോവുക.